ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആത്മാർത്ഥമായിട്ടാ ശാലിനിക്കുഞ്ഞ് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നേ. അറിയോ, എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാനിത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇങ്ങോട്ടില്ല. ഞാൻ പോവുക. പോകുന്നത് വേദനയോട് കൂടി തന്നെയാ. ശാന്തയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. പിന്നെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യമായ കുടുംബ പ്രശ്നമുണ്ടോന്നാ ചോദിച്ചത്. അതെന്താ ശാരദാമ്മേ, ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം? ഞാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിനക്ക് തോന്നില്ല, പക്ഷെ ഇന്നലെ ഊണ് പോയ സ്ഥലത്ത് നിന്ന് പരാതി വന്നിരുന്നു. പുളിശ്ശേരിക്ക് ഉപ്പ് കൂടി, ചെറുകറികൾക്ക് മുളക് കൂടി. ഇന്ന് വരെ ശാരദ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഒരാളും കുറ്റവും കുറവും പറഞ്ഞിട്ടില്ല. പക്ഷെ നീയായിട്ട് അതും കേൾപ്പിച്ചു. ആരാണ് പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടെന്തിനാ അവരോട് പോയി വഴക്കുണ്ടാക്കാനാണോ? പിന്നെ എനിക്കറിയണ്ടേ, എന്നെ കുറിച്ച് ഒരാൾ പരാതി പറയുമ്പോ അയാൾ പറയുന്ന സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയണമല്ലോ. പരാതി പുറത്തുള്ളവർക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഇട്ട് തന്നോ? തന്നായിരുന്നല്ലോ. അതാണോ ചായ? എന്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ചായക്ക് ആ ഒരു ടേസ്റ്റേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റിലാണ് ഇനി മുതൽ ശാന്ത ഇവിടെ ചായ എടുക്കുന്നതെങ്കിൽ ഇനി ആ രീതിയിൽ ശാന്ത ഇവിടെ ചായ എടുക്കണ്ട. ചായ കൊടുത്തില്ലെങ്കിലും വേണ്ട, ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇവിടെ ചായ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശാരദാമ്മേ, ഒരു സ്ഥലത്തും അധികപ്പറ്റായി ജോലി നോക്കേണ്ട കാര്യമൊന്നും എനിക്കുമില്ല. എനിക്ക് നന്നായിട്ട് ചായക്കടപ്പണി അറിയാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ബോധവും എനിക്കുണ്ട്. പിന്നെ എനിക്കാരും പേടിക്കണ്ട. അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടുത്തെ പണി ഞാനങ്ങ് നിർത്തുക. ഞാനായിട്ട് ശാരദാമ്മയ്ക്ക് ഇനിയൊരു ചീത്തപ്പേരുണ്ടാക്കുന്നില്ല. ശാന്തേച്ചി എന്തൊക്കെയായി പറയുന്നത്? ശാന്തേച്ചി പോയി കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്ക്? ആ പോണവരൊക്കെ പോട്ടെ ശാലിനി. നിന്റെ അമ്മ ഒറ്റയ്ക്ക് നീന്തി കയറി വന്ന വഴിച്ചാല ഇത്. ആ മേലങ്കി എടുത്ത് വീണ്ടും ഇടാൻ എനിക്കൊരു മടിയുമില്ല. അമ്മേ, അന്നത്തെ പോലെയാണോ ഇന്ന്? ഇപ്പൊ കച്ചവടം കൂടിയില്ലേ? പുറത്തുനിന്ന് നല്ല ഓർഡർ ഉള്ളയാ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാ കൂടില്ല. ശാന്തേച്ചി കൂടെ ഉണ്ടായിട്ട് പോലും പല ഓർഡറുകളും കറക്റ്റായിട്ട് എത്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നേ? എന്ന് വെച്ച് ഞാൻ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച എന്റെ ഒരു സൽപ്പേരുണ്ട്, അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറയുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർ മതി എനിക്ക്. ഒരു ശാന്ത അല്ലെങ്കിൽ മറ്റൊരു ശാന്ത. ഒരാളെ കൂടുതൽ കാലം പൊക്കിക്കൊണ്ട് നടക്കുമ്പോഴേ അവർക്ക് അഹങ്കാരം കയറും. താനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള തോന്നലേ, ആ തോന്നല് തോന്നുന്നവരുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഇത് ശാരദയാ. ഇത്തിരി പോന്ന വെയിലത്തൊന്നും അത്ര പെട്ടെന്നൊന്നും അങ്ങ് വാടില്ല. അമ്മ എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നു? എടി പറയട്ടെ മോളെ. ശാരദാമ്മേ, ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാ. പിന്നെ ഞാനൊരു 5000 രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എവിടെ ജോലി ചെയ്തിട്ടാണെങ്കിലും ഒരു മാസത്തിനുള്ളിൽ ഞാൻ അത് കൊണ്ടുവന്ന് തന്നിരിക്കും. ആത്മാർത്ഥമായിട്ടാ ശാലിനിക്കുഞ്ഞ് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നേ. അറിയോ, എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാനിത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇങ്ങോട്ടില്ല. ഞാൻ പോവുക. പോകുന്നത് വേദനയോട് കൂടി തന്നെയാ. എനിക്ക് അത്ര പെട്ടെന്ന് ഈ കടയും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വരട്ടെ. ശാന്തേച്ചി, ശാന്തേച്ചി. പാചകം എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവാ സത്യമേ. എന്റെ അച്ഛനും അമ്മയും പാചകക്കാരായിരുന്നു. അവരുടെ ഒപ്പം കല്യാണ വീടുകൾ ചെറുപ്പത്തിലെ തന്നെ സഹായത്തിൽ പോയിട്ടാ ഞാൻ ഈ പാചകം പഠിക്കുന്നത് തന്നെ. ഉപ്പിടാനും മല്ലി ചേർക്കാനും മുളക് അരയ്ക്കാനും ഒക്കെ എനിക്ക് നന്നായി കൃത്യമായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്നെ ആരായാലും ജോലിക്ക് എടുത്താൽ മതി.
പക്ഷേ ശാരദമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തില് ആരെങ്കിലും ഒരു നല്ലത് പറഞ്ഞാ എന്തെങ്കിലും കുറ്റം അതിലുണ്ടെന്ന് കാണിച്ച് വഴക്ക് പറയും. എന്റെ തൊഴിലാണിത്. ഞാൻ ബഹുമാനിക്കുന്ന എന്റെ അന്നം. അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് കുറ്റം ചുമത്തിയാ എനിക്ക് സഹിക്കില്ല. അതാ ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഒരു ഹോട്ടലിൽ പണിക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. അവിടെ പോകുന്ന വഴിക്കാ പൊന്നിയെ കണ്ടത്. പൊന്നിയെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ പലഹാരങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അതിന്റെ കൂട്ടും അറിയാം. എനിക്കൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയ നന്നായിരുന്നു. അറിയാവുന്നവരുടെ അടുത്ത് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സുരക്ഷിതവും വിശ്വാസവും പുറത്തൊരിടത്ത് ചെയ്താൽ കിട്ടില്ലല്ലോ. ഈ പറയുന്നതൊക്കെ ജോലി തരുന്നവരോടും കാണിക്കണം. അതെന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ഞങ്ങളിവിടെ ശരിക്കും ഒരു ആരംഭഘട്ടത്തില. ഒന്ന് പച്ച പിടിച്ച് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് എല്ലാവർക്കും ഗുണമാ. അത് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കണം. നിൽക്കുന്നുണ്ടെങ്കിൽ ശാന്തി ഞങ്ങളോടൊപ്പം കൂടിക്കും. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. ഏതാണ്ടൊക്കെ വീട് വീടാന്തരം കയറിയിറങ്ങി വിൽക്കുന്നു എന്നൊക്കെ കേട്ടു. എന്താ, അച്ചാറോ? അതോ സോപ്പ് പൊടിയോ? അതോ ചീപ്പും കണ്ണാടിയും പൗഡറും ഒക്കെയാണോ? ആ, എന്തായാലും 1000 ഇതിൽ കൂടുതൽ മുതൽ മുടക്കുള്ള സാധനങ്ങൾ വാങ്ങി വിൽക്കാനുള്ള കഴിവൊന്നും ഇപ്പൊ സത്യഭാമയ്ക്കില്ലാന്ന് എനിക്കറിയാം. വീടും പറമ്പും ഒക്കെ പോയപ്പോ ഉണ്ടായ വരുമാനവും നിലച്ചപ്പോ ജീവിച്ചു പോവാൻ വേണ്ടി നിലയില്ലാ കയത്തിക്കിടന്ന് തലയിട്ടടിക്കുവാണെന്നും എനിക്കറിയാം. മുങ്ങാൻകുഴി ഇടാൻ പോലും പേടിയുള്ള കാര്യമാണെന്നും എനിക്കറിയാം. കാരണം മുകളിലേക്ക് പൊങ്ങി വന്നില്ലെങ്കിലോ എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. അത്രയ്ക്കുണ്ടല്ലോ തലയ്ക്ക് ഭാരം. മാറി നിൽക്കടേ അങ്ങോട്ടെ. ഇവരൊക്കെ ഇപ്പൊ നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ്. കോടികളുടെ ബിസിനസ് ആണല്ലോ നടക്കുന്നത്. എന്റെ സത്യഭാമേ, ഇതിലും ഭേദം വല്ല കുപ്പിയും പാട്ടയും പറക്കാൻ പോകുന്നതായിരുന്നു. അതാവുമ്പോ മുതൽ മുടക്ക് വേണ്ടല്ലോ. ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പികൾ പറക്കി വിറ്റാലും നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാനുള്ള വക കിട്ടും. ഹാ, വിഷ്ണു പിന്നെ കളക്ടർ ബംഗ്ലാവിലായിരിക്കുമല്ലോ. പട്ടുമെത്തേല് കിടക്കേണ്ടവൻ ഇവിടെ വന്ന് കയറുകട്ടിലിൽ കിടക്കൂ. കിടന്നാ തന്നെ അവന് ഉറക്കം വരൂ. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. ഇറങ്ങിപ്പോയി ഇവിടുന്ന്. പക്ഷേ എനിക്ക് പറയാനുണ്ടല്ലോ, നിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തന്നെ നിനക്ക് അഭിമാനമായിട്ടല്ലേ തോന്നേണ്ടത്?